അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിന്ന് ഈ ആമ്പൽമ ഒരു 3 പൂവാണ് കേട്ടോ. ആമ്പലിൻ്റെ തൈ ഉണ്ടാക്കണമൊക്കെ ഞാൻ ഇതിൻ്റെ മുൻപ് ഞാൻ കാണിച്ചിരുന്നില്ല. ഇതിൽ നമ്മൾ എയ്ക്കിള് ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 500 കുഞ്ഞുങ്ങൾ മേലെ ഉണ്ട് ഇതിൽ. പക്ഷേ ഇത് എത്ര ചെറിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഈ കൂത്താടീനെക്കാട്ടിലും ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമുക്ക് ഇതിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ ആമ്പലിൻ്റെ പൂ ഇപ്പം 3 എണ്ണമാണ്. മുട്ടുകൾ നല്ല ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ധാരാളം മുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് ഇവിടെ ഇതിൻ്റെ ആ ടൈം കഴിഞ്ഞിട്ട് ഇവിടെ വെള്ളത്തിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഇതുള്ളത് കേട്ടോ. അപ്പോൾ ഈ ടാങ്കിന് ചെറിയൊരു ഓട്ടമുണ്ട്. ഇതിവിടെ ഇങ്ങനെ പൊട്ടിയിട്ട് ഈ മരത്തിൻ്റെ ആ ഇത് കണ്ടില്ലേ, അതുണ്ടായിട്ട് പൊട്ടിയിട്ട് ഒരു ലീക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് പറിച്ച് നമ്മൾ മറ്റേ കുളത്തേക്ക് മാറ്റിയിട്ട് ഇതിന്മേൽ 2 പൂവുണ്ട് കേട്ടോ ഇതിൽ, ഈ വലിയ കുളത്തിൽ. പിന്നെ നമ്മളിതിൽ തൈ വെച്ചിട്ടുമുണ്ട്. ഇവിടെ പുതിയ തൈകൾ വെച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഈ ഗപ്പിയാണ് കേട്ടോ. ഗപ്പി ഉണ്ട് ഇതിൽ. നമ്മൾ ഗ്ലൂ ഫിഷിൻ്റെ 2 വലിയ ഇതുണ്ട് കേട്ടോ. നമ്മൾ അതിൽ നിന്നാണ് ബ്രീഡ് പേരാണ് അത്. അപ്പോൾ അത് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. ആ ആമ്പലിൻ്റെ അടിയിൽ, ഇലൻ്റെ അടിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണുന്നില്ല. ഇവിടെ ഗപ്പികൾ നല്ല കളറുള്ള ഗപ്പികൾ, നല്ല കാണാൻ ഭംഗിയുള്ള ഗപ്പികളാണ് കേട്ടോ. ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. ഈ അത് നമ്മളിപ്പോൾ വെച്ചിട്ടൊരു 20 ദിവസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേന് ഇത് പൂട്ടും. നമ്മളിവിടെ ഈ പുല്ല് അതൊക്കെ കളൊക്കെ പറിച്ച് ഏകദേശമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിന് വളം ചെയ്യണം കേട്ടോ. വളം ചെയ്യുമ്പോഴാണ് ഇതിപ്പോൾ ഇങ്ങനെ ഉഷാറായിട്ടുണ്ടാവുള്ളൂ. ഇതിപ്പോൾ കുറച്ച് ആ വെയിലിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇങ്ങനെ കളറിനൊരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ ഈ ഇടയിലൂടെ കുറേ പുല്ല് പോയിട്ടുണ്ട്. അതൊക്കെ പറിച്ച് നടാനുണ്ട്. ഇടയിലൊക്കെ നമ്മൾ നട്ട് ഏകദേശം ഫില്ലായുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഈ ഭാഗത്ത് ഏകദേശം ഫില്ലായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ചെടി ഞാൻ പറഞ്ഞില്ല, പൂവ് ഇട്ടിട്ടോ. പൂവ് വരുന്നുണ്ട്, മൊട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ പുല്ല് ഈ ഭാഗത്തൊക്കെ ഇത്രയും കള പറിച്ചിട്ടോ. ഇനി ഇവിടുന്നാണ് പറിക്കാനുണ്ട്. നമ്മളിത് ഏകദേശം പറിച്ച് ഇങ്ങനെ തീരുന്നതിനനുസരിച്ചാണ് നമ്മളിതിൻ്റെ ഈ വളം ഇട്ട് കൊടുക്കൽ കേട്ടോ. ഇതൊരു വാഗയാണ് കേട്ടോ. ഇതിന് ചുവപ്പ് നല്ല പൂക്കളുണ്ടാവും. അത് നമ്മൾ ഇവിടെ ഒന്നുണ്ടായിരുന്നു, അത് വെട്ടിയതാണ് കേട്ടോ. വല്ലാത്തൊരു ശല്യമായി ഇങ്ങനെ മാറിയപ്പോൾ വെട്ടിയതാണ്. അപ്പോൾ ഈ ഒരു വാഗനി നിലനിർത്താനാണ് മറ്റത് വെട്ടിയത് കേട്ടോ. അതിൻ്റെ തൈ ധാരാളം തൈകളുണ്ടാവും കേട്ടോ. അത് പെട്ടെന്ന് തൈകളുണ്ടാകുന്ന ഒരിതാണ്. വീഡിയോ പിടിക്കാനും ബുദ്ധിമുട്ടുണ്ട്, വെയിലായിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗത്തൊക്കെ മറ്റേ ചെടി കൊടുന്ന് വെച്ചതാണല്ലോ. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ഈ ഭാഗത്ത് നല്ല വെയിൽ, കടും വെയിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ചെടികൾക്കൊക്കെ ഒരു വാട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ യൂഫോർബിയൊക്കെ നല്ല പൂക്കളായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഈ ഇലച്ചെടികളാണ് ഈ ഭാഗത്ത് നമ്മൾ കൂടുതൽ വെച്ചിട്ടുള്ളത്. ഇലച്ചെടികൾ ഇങ്ങനെ ഏത് നേരത്തും പൂവുള്ള മാതിരിയാണല്ലോ അത്. പിന്നെ നമ്മൾ ഇതിൻ്റെ തൈകൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മളിതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുകയാണ് പതിവ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സ്പ്രിങ്ങിൽ നിന്ന് നമ്മൾ കുറച്ച് പുല്ല് പറിച്ചിട്ട് നമ്മൾ മറ്റിടത്തേക്ക് ഈ പൈപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പൈപ്പിൽ വേറെയുള്ള ചെടികളൊക്കെ നമ്മൾ മാറ്റി ആദ്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ഫുള്ള് ഈ പൈപ്പിൽ ഈ ചെടികളാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു കാർപ്പറ്റ് ഉണക്കാട്ടിട്ടുണ്ട്. കാർപ്പറ്റിലാകെ പൊടി ചെയ്യുന്നു. അപ്പോൾ അതൊന്ന് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. വെള്ളം ഒന്ന് കഴുകി ഉണക്കാട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ വെയിലിൻ്റെ പ്രശ്നങ്ങളാണ് ശരിക്കുള്ളത് കേട്ടോ. വെയിൽ നല്ല വെയിലാണ്. ഈ ഭാഗം ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിക്കണതാണ് കേട്ടോ. നമ്മളെ ചെടി തന്നെ കാണിക്കണുള്ളൂ. പുറത്ത് പോയിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് വിടുന്ന ഒരു പതിവില്ല കേട്ടോ. അപ്പോൾ നമ്മളെ അടുത്തൊക്കെ ഒരുപാട് നഴ്സറികളുണ്ട്. പക്ഷേ നമ്മളാ ഭാഗത്തൊക്കെ അങ്ങനെ
അങ്ങനെ പുറത്തുള്ള വീഡിയോ നമ്മൾ ഇടലില്ല. ഇടയ്ക്ക് ആൾക്കാരൊക്കെ കമൻറ്റിലും വാട്സപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പുറത്തുള്ള വീഡിയോകൾ ചെയ്തുകൂടെ, പുറത്ത് വീഡിയോ ഒക്കെ പിടിച്ചിട്ടൂടെ. ഇതുവരെ ചിന്തിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ചെടികളെ പറ്റിയിട്ട് അതിൻ്റെ ഇതൊക്കെ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. വേറെ പുറത്തുനിന്ന് ഒരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് വയനാട് പോയപ്പോൾ കുറച്ച് വീഡിയോകൾ, 2-3 വീഡിയോ ഇട്ടു എന്നല്ലാതെ ഒരുപാട് വീഡിയോ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ കിട്ടിയില്ല കേട്ടോ. നമ്മളെ ചെടികൾ മാത്രം അങ്ങനെ വീഡിയോ പിടിച്ച് അങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും പിന്നെ ഇപ്പോൾ തുടർന്ന് കാണുന്ന ഒന്ന് വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. ലൈക്ക് അടിച്ചാലാണ് നമുക്ക്, ലൈക്ക് തീരെ കുറവാണ്. അപ്പോൾ ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ആളിലേക്ക് എത്താൻ അത് സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ഈ വീഡിയോ അധികം ഷെയറായിട്ടാണ് പോകുന്നത് കേട്ടോ. കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ഒരുപാട് ഷെയർ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ലൈക്കും സബ്സ്ക്രൈബും കുറവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ ഈ അടിയിലുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എല്ലാ വീഡിയോക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ആ ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ ഇവിടെ വെണ്ട കേട്ടോ. ഇത് വെണ്ടക്കം ഒരുപാട് പൂക്കളുണ്ടാകുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് പറിച്ചും ചെയ്ത് ഇതിമെന്ന്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, യൂഫോർബിയ ഇവിടെ പൂവായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതാണ് മല്ലി, പുതിനയാണ് കേട്ടോ. പുതിന ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ പ്ലാവ് ഈ ചാക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചാക്കിൽ ചെയ്ത് വെച്ചിട്ട് കായ്ക്കാതിരിക്കൊന്നുമില്ല കേട്ടോ. നമ്മളതിനുള്ള വളമൊക്കെ കൊടുത്ത് വല്ലാതെ വലുതാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഇത് കണ്ടില്ല. ഇതിവിടെ ഒരു ചക്ക ഉണ്ടാവുന്നുണ്ട്, ഇതിന്മേലും ചക്ക ഉണ്ടാവുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു ചക്ക ഉണ്ടാവുന്നുണ്ട്. ഒന്ന് പിടിക്കണ ചക്കയാണ്. നമുക്ക് ചക്ക പിടിക്കണതല്ലാത്തത് നമുക്ക് വേഗം തിരിച്ചറിയാം കേട്ടോ. ചെറിയ ചക്കയാണെങ്കിൽ നമുക്ക് ഇതിന്മേൽ ചെറിയൊരു മുള്ളിൻ്റെ ഒരു രൂപത്തിൽ ഇങ്ങനെ വരുന്ന അതാ പിടിക്കുള്ളൂ കേട്ടോ. മറ്റതൊന്നും പിടിക്കില്ല. അതുപോലെ നമ്മളവിടെ ഒരു തോടിൽ പടവലങ്ങയും പീച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഉണ്ട് പ്ലാവ്, മണ്ണിലും കുഴിച്ചിട്ടിട്ടുണ്ട്, നമ്മൾ ചാക്കിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ ചെയ്താണുള്ളത് നമ്മൾ തക്കാളിക്ക് വാട്ടൊന്നുമില്ല കേട്ടോ. തക്കാളി ഒരു 10 തൈകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി, അതുപോലെ തന്നെ പയർ, വഴുതനങ്ങ, ഇതൊക്കെ ഞാൻ കാണിക്കണതാണ്, ഇടയ്ക്കൊക്കെ കാണിക്കണം കേട്ടോ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഒരൊറ്റ കാണിക്കലാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ചെടി വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് കേട്ടോ. നമ്മളെ കുളത്തിൻ്റെ സൈഡിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ റെഡ് പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ അതും എന്നാണ്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മളെ നഴ്സറി ചെറിയ ചട്ടികളാണ്, ചെറിയ ഗ്ലാസ്സിലാണ് ഇവിടെ ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ തളിരിലുള്ള ഒരു ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് തൈ പിടിപ്പിക്കാൻ ചെറിയ തളിര് ആയിട്ടുള്ള മൂക്കാത്ത കൊമ്പ് നമുക്ക് ഇതിൽ പറിച്ച് കട്ട് ചെയ്തിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേര് പിടിപ്പിക്കാം കേട്ടോ. നമ്മൾ നഴ്സറി പോയിട്ട് 60-70 വാങ്ങേണ്ട ഒരു കാര്യമില്ല. ഒരു മരം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെറിയ തളിരിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തയ്യാക്കി പിടിപ്പിക്കുക. ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അത് ഗ്ലാസ്സിലുണ്ടായതുകൊണ്ട് അത് പറഞ്ഞു പോയി കേട്ടോ. നമുക്കത് പേപ്പറിൻ്റെ കപ്പിലാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ തളിരെല്ലാം ഉണ്ടാവണ ഈ ചെടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ പേരറിയില്ല. ഇത് നമുക്ക് ഇങ്ങനെ ചെറിയ കമ്പ് നട്ടിട്ടാണ് ഇതിന് തൈ വേര് പിടിപ്പിക്കണം കേട്ടോ. ഇതുപോലെ ചെറിയ ഇത് തളിര് ഇല നട്ടിട്ടാണ് ഇത് വേര് പിടിപ്പിക്കുക. ഇത് ഇതിങ്ങനെ വാടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് തോന്നും കേട്ടോ. അത് വാടുണ്ടെങ്കിൽ ഇത്
പിടിക്കാത്തതാണ്. ഇത് വാടി ഇതിൻ്റെ പിന്നെ തളിര് തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് പിടിക്കാത്തതാണ് കേട്ടോ. ഇത് പിടിക്കില്ല. ഇതിങ്ങനെ തളിര് ഇത് ഇങ്ങനെ തൂങ്ങി നിന്നാൽ അത് പിടിക്കാത്ത. ഇതൊക്കെ നമുക്ക് പിടിച്ചത് നമുക്കുള്ള ഒരു സൂചനയാണ്. അത് വാടാതെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളടുത്ത് ഇവിടെ ഇത് കണ്ടില്ലേ, ഇത് പിന്നെ ഈ അബിയുവിൻ്റെ തൈയാണ് കേട്ടോ. അത് അബിയു പറഞ്ഞൊരു മഞ്ഞ പിന്നെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ ഒരു ഈ പിന്നെ വെള്ളീച്ച നല്ലോണം ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് വെള്ളീച്ച ഇതിപ്പോൾ മരുന്നടിച്ചിട്ട് ഇത് ഇതിനൊക്കെ നശിച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ അത് ചത്തിട്ടുണ്ട്. പിന്നെ ഇത് അബിയുവിൻ്റെ ഒരു പിന്നെ 5-6 തൈകളുണ്ട് കേട്ടോ. ഒന്ന് ഇവിടെ ഉണ്ട്, അപ്പുറത്ത് ഒരു 3-4 ഉണ്ട്. അത് പിന്നെ എത്ര വർഷം കൊണ്ട് കായ്ക്കുന്നൊന്നും അറിയില്ല. നമ്മൾ അതിൻ്റെ പഴം കൊടുന്നതിൻ്റെ ഇത് കിട്ടിയപ്പോൾ നമ്മളതാണ്ട് പിന്നെ ചെയ്തു എന്നുള്ളൂ.